പത്തനംതിട്ട ജില്ലാ കളക്ടറെ രൂക്ഷമായി വിമർശിച്ച പന്തളം ബാലന്റെ വാക്കുകൾ സമൂഹമാധ്യമങ്ങളിൽ വൈറലാകുന്നു. ജില്ലാ കളക്ടർ ദിവ്യ എസ് അയ്യർ കലാകാരന്മാരെ വിവേചനപരമായി കാണുന്നുവെന്നായിരുന്നു വിമർശനം. നിറവും ജാതിയും നോക്കി കലാകാരന്മാരെ വിലയിരുത്തുന്നത് ശരിയല്ലെന്ന് ബാലൻ ചൂണ്ടിക്കാട്ടി. മറ്റ് കലാകാരന്മാരുടെ പരിപാടികളിൽ പങ്കെടുത്ത കളക്ടർ തന്റെ പരിപാടിയിൽ പങ്കെടുക്കാത്തതിലായിരുന്നു ബാലന്റെ പ്രതിഷേധം. ഞാൻ ആലോചിക്കുകയായിരുന്നു, കളക്ടർ പന്തളം ബാലിൽ വാലില്ലാത്തതുകൊണ്ടാണ് കളക്ടർ വരാത്തതെന്ന് ഞാനിങ്ങനെ ചോദിക്കുകയായിരുന്നു. ബാക്കി പരിപാടിക്കൊക്കെ കളക്ടർ ഉണ്ടായിരുന്നു. എന്താണ് പ്രശ്നം? പന്തളം ബാലിൻ്റെ നിറമാണോ പ്രശ്നം? മതമാണോ പ്രശ്നം? ജാതിയാണോ പ്രശ്നം? കുലമാണോ പ്രശ്നം? അങ്ങനെ ഒരു കലാകാരനെയും തിരുത്തി കാണിക്കാൻ പാടില്ല. എൻ്റെ വ്യക്തിപരമായ ശക്തമായ പ്രതിഷേധമാണ് ഞാൻ പറയുന്നത്. ഒരു കലാകാരനോട് ചെയ്യാൻ പാടില്ല. എത്ര വലിയ കളക്ടറായാലും ശരി, കലാകാരനാണ് മുന്നിൽ. കലാകാരനാണ് സമൂഹത്തിൻ്റെ സ്വത്ത്. കലാകാരൻ്റെ പ്രതിബദ്ധതയുണ്ട് സമൂഹത്തിനുണ്ട്. അവനിൽ കൂടിയാണ് കേരളത്തിൻ്റെ KPSC പോലുള്ള നാടകങ്ങൾ കൂടിയാണ് ആശയങ്ങൾ ജനങ്ങൾക്ക് എത്തിക്കുന്നത്. സംശയമില്ലാത്ത കാര്യമാണ്. ഞാൻ എൻ്റെ ചോദ്യമാണ്, എന്തുകൊണ്ട് മറ്റുള്ള പരിപാടി സോഷ്യൽ മീഡിയയിലെല്ലാം കളക്ടറെ കണ്ടു, എന്തുകൊണ്ട് പന്തളം ബാലിൻ്റെ പരിപാടി കളക്ടറെ കണ്ടില്ല? എൻ്റെ ചോദ്യമാണ്. ഞാൻ ഈ ജില്ലക്കാരനല്ലേ, പത്തനംതിട്ട ജില്ലക്കാരനാണ്. ഞാൻ മഞ്ചേരി പാലക്കാട്ടുകാരിയാണ്, കണ്ണൂരുകാരിയാണ്. ശ്രീധൻ ദേവസി ഒറ്റപ്പാലത്തുകാരനാണ്. പന്തളം ബാലൻ പത്തനംതിട്ട ജില്ലയിലുള്ള ആളാണ്. എൻ്റെ നിറമാണോ പ്രശ്നം? എൻ്റെ മതമാണോ പ്രശ്നം? എൻ്റെ ജാതിയാണോ പ്രശ്നം? എന്താ എനിക്ക് വാലില്ല? എന്നെ അംഗീകരിക്കുന്ന ലക്ഷക്കണക്കിന് ആൾക്കാരുണ്ട് കേരളത്തിൽ. അത് മതി, അത് മാത്രം മതി എനിക്ക്. താങ്ക് യു. എൻ്റെ പ്രതിഷേധമാണ് ഞാൻ പറയുന്നത്. ശശിനാരായണൻ വിവരങ്ങൾ പങ്കുവെക്കുക. ശശിനാരായണൻ, ഇങ്ങനെ ഒരു പരാമർശം പന്തളം ബാലൻ പരസ്യമായി നടത്താനിടയായ സാഹചര്യം എന്തായിരുന്നു? കളക്ടർ മിക്ക കലാകാരന്മാരും പങ്കെടുക്കുന്ന പരിപാടി സാന്നിധ്യമാകുന്നു, തൻ്റെ പരിപാടിയിൽ പങ്കെടുക്കുന്നില്ല എന്ന് ആക്ഷേപം ഉന്നയിച്ച പശ്ചാത്തലം എന്തായിരുന്നു? രഞ്ജിത്ത്, എൻ്റെ കേരളം പ്രദർശന വിപണന മേളയുടെ സമാപന ചടങ്ങിലാണ് ഈ പന്തളം ബാലന്റെ ഗാനമേള നടന്നത്. ആ ഗാനമേള പരിപാടിയിൽ കളക്ടർ എത്തിയില്ല എന്നുള്ളതൊരു പ്രതിഷേധമാണ് പന്തളം ബാലൻ ഉന്നയിക്കുന്നത്. അതിന് പ്രധാനമായി പറയുന്നത് സ്റ്റീവൻ ദേവസിയുടെയും മഞ്ജരിയുടെയും ഒക്കെ പരിപാടിയിൽ കളക്ടർ അന്ന് വൈകുന്നേരങ്ങളിൽ എത്തിയിരുന്നു. എന്നാൽ പന്തളം ബാലന്റെ പരിപാടി ഗാനമേള നടന്ന ദിവസങ്ങളിൽ ആ ദിവസം കളക്ടർ എത്താതിരുന്നതാണ് ഈ പന്തളം ബാലന്റെ ഒരു പ്രതിഷേധത്തിന് കാരണം. അതിന് കാരണമായി പന്തളം ബാലൻ പറയുന്നത് ജാതിപരമായുള്ള വിവേചനം അല്ലെങ്കിൽ കലാകാരന്മാരുള്ള വിവേചനമാണ് ഇത്തരത്തിൽ കളക്ടർ എത്താതിരിക്കാൻ കാരണം. നിറവും ജാതിയും നോക്കി കലാകാരന്മാരെ വിലയിരുത്തരുത് എന്നുള്ളൊരു ആക്ഷേപം കൂടി പന്തളം ബാലൻ വേദിയിൽ പരസ്യമായി പറയുന്ന ഒരു സാഹചര്യം കൂടി ഉണ്ടായി. എന്തായാലും ആ പരിപാടിയുടെ സമാപന ചടങ്ങിനിടയിലാണ് ഈ പരിപാടി അവസാനിക്കുന്ന വേളയിലാണ് ഇത്തരത്തിലൊരു പന്തളം ബാലൻ പ്രതിഷേധം രേഖപ്പെടുത്തിയത്. ജില്ലക്കാരനായ പത്തനംതിട്ട ജില്ലയുടെ ജില്ലക്കാരനായ തന്റെ പരിപാടിയിൽ കളക്ടർ പങ്കെടുക്കാതിരുന്നത് ശരിയല്ല എന്നുള്ള രീതിയിലാണ് പന്തളം ബാലൻ ഇത്തരത്തിലൊരു ആക്ഷേപം ഉന്നയിച്ചത്. തുടർന്ന് ഡെപ്യൂട്ടി സ്പീക്കർ ചിറ്റയം കുമാർ ആ വേദിയിലുണ്ടായിരുന്നു. സർക്കാരിന്റെ ആദരവായി ചിറ്റയം കുമാർ തന്നെ വേദിയിലെത്തി പന്തളം ബാലനെ ആദരിക്കുകയും ചെയ്തു. അങ്ങനെയാണ് ആ പരിപാടി അവസാനിക്കുന്നത്. എന്തായാലും ഈ സമൂഹ മാധ്യമങ്ങളിലെല്ലാം ഇപ്പോൾ ഈ പന്തളം ബാലന്റെ ഒരു പ്രതിഷേധം വളരെ വൈറലായ ഒരു സാഹചര്യമാണുള്ളത്. പ്രതിഷേധങ്ങൾ ഇത്തരത്തിലുള്ള രീതിയിൽ കാര്യമായ രീതിയിൽ തന്നെയാണ് സോഷ്യൽ മീഡിയയിലെല്ലാം പ്രചരിക്കുന്നത്. രഞ്ജിത്തെ, ശരി. പത്തനംതിട്ട ജില്ലാ കളക്ടറെ രൂക്ഷമായി വിമർശിച്ച പന്തളം ബാലന്റെ വാക്കുകൾ സമൂഹമാധ്യമങ്ങളിൽ വൈറലാകുന്നു. ജില്ലാ കളക്ടർ ദിവ്യ എസ് അയ്യർ കലാകാരന്മാരെ വിവേചനപരമായി കാണുന്നുവെന്നായിരുന്നു വിമർശനം. നിറവും ജാതിയും നോക്കി കലാകാരന്മാരെ വിലയിരുത്തുന്നത് ശരിയല്ലെന്ന് ബാലൻ ചൂണ്ടിക്കാട്ടി. മറ്റ് കലാകാരന്മാരുടെ പരിപാടികളിൽ പങ്കെടുത്ത കളക്ടർ തന്റെ പരിപാടിയിൽ പങ്കെടുക്കാത്തതിലായിരുന്നു ബാലന്റെ പ്രതിഷേധം. ഞാൻ ആലോചിക്കുകയായിരുന്നു, കളക്ടർ പന്തളം ബാലിൽ വാലില്ലാത്തതുകൊണ്ടാണ് കളക്ടർ വരാത്തതെന്ന് ഞാനിങ്ങനെ ചോദിക്കുകയായിരുന്നു. ബാക്കി പരിപാടിക്കൊക്കെ കളക്ടർ